സജോ കൂടി ചെയ്യുന്നുണ്ട്. സജോ, ആദ്യ ശ്രമം അത് വിജയം കണ്ടിരിക്കുന്നു. ആ വെടി ആനയ്ക്ക് കൊണ്ടിരിക്കുന്നു. സജോ ഇപ്പോൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ ആന ഉള്ളത് നമുക്കറിയാം. വിവരങ്ങൾ. പ്രജിൻ, രണ്ടാം ശ്രമത്തിൽ മയക്കുവെടി ഉതിർത്തു. അത് ഫലം കണ്ടിരിക്കുന്നു. രണ്ടാം ശ്രമം വിജയിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ദൗത്യം ഏതായാലും അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഏതായാലും ആദ്യം ഉതിർത്ത വെടി ലക്ഷ്യം തെറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ രണ്ടാം ശ്രമം ഫലം കണ്ടിരിക്കുന്നു. അത് ആനയുടെ പിൻഭാഗത്തായി പൃഷ്ഠഭാഗത്തായി കൊണ്ടു നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ സ്ഥലത്ത് തന്നെ ആന നിലയുറപ്പിച്ചു. ഇനിയിപ്പോൾ ആന അധികം ഏതായാലും അത് ഏറ്റവും ശ്രദ്ധയോടെ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം, ആന ഏതായാലും അതിൽ തന്നെ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ മയക്കത്തിലേക്കൊക്കെ നീങ്ങും. മറ്റൊരു ഡോസിലേക്ക് കൂടി ഒരുപക്ഷെ പോയേക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ വിലയിരുത്തലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാകും. ഏതായാലും കൃത്യമായ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് RRT സംഘത്തിന് ആനയെ നീക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ സ്ഥലത്ത് കൃത്യമായ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തി. അത് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. കൺസർവേഷൻ ബയോളജിസ്റ്റുകൾ 2 പേർ, ഒപ്പം ഡോക്ടർ അജേഷ് മോഹൻദാസ്, അങ്ങനെ അവരുടെ സംഘമാണ്. അവർ കൃത്യമായി നിരീക്ഷിച്ചു. അതിനുശേഷം 2 ഭാഗങ്ങളിലായി ഫോളോ ചെയ്തു. 3 വശത്തായി വളഞ്ഞ് ഒപ്പം RRT ദൗത്യ സംഘം പടക്കം പൊട്ടിച്ച ആനയെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. കൃത്യമായ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ ആനയെ എത്തിക്കാൻ കഴിഞ്ഞു. ആദ്യ ശ്രമം പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാം ശ്രമം വളരെ കൃത്യമായി ഫലം കാണുന്നു. കൃത്യമായി തന്നെ ആ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആന മയങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാത്തിരിക്കണം. ഡോസൊക്കെ കൃത്യമായി അവർ അതിനനുസരിച്ച് ക്രമീകരിച്ചാണ് ഒരുക്കിയിരുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. ആന എന്തായാലും പരിഭ്രാന്തനായി ഓടാതെ അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുന്നു. അതായത് കൃത്യമായി അവർ ഉദ്ദേശിച്ച കാര്യം ഈ ആദ്യഘട്ടത്തിൽ ഫലം കണ്ടിരിക്കുന്നു. അടുത്ത ഡോസ് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകും. അത് കഴിഞ്ഞാൽ മറ്റു നടപടികളാണ്. കുങ്കിയാനകളെ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റി നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത്. ഏതായാലും വലിയ തോതിൽ മണിക്കൂറുകളായി മാനന്തവാടി നഗരത്തെ ആകെ, അവിടുത്തെ ജനങ്ങളെയും ആകെ ബന്ദികളാക്കി സ്തംഭിപ്പിച്ച് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി ഇത്രയേറെ അവരെ ആശങ്കാകുലരൊക്കെ ആക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് നിലയ്ക്ക് ദൗത്യം വേണമെന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തതക്കുറവും അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നീങ്ങിയിരിക്കുന്നു. ആ ദൗത്യം മയക്കുപൊടി വെക്കാൻ സാധിച്ചു. അത് വളരെ കൃത്യമായി ലക്ഷ്യം കാണുന്നു. അത് പല രീതികളിൽ ഇപ്പോൾ ചർച്ചയാകുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ആ ചുവന്ന വൃത്തത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കാണാം. ആ സിറിഞ്ച് അവിടെ വ്യക്തമായി തന്നെ കാണാം. ഒരു സിറിഞ്ച് കൃത്യമായി ആനയിൽ കൊണ്ട് തറച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ അരിക്കൊമ്പൻ ദൗത്യം നമ്മുടെ ഓർമ്മയിലുണ്ട് സജോ. അന്ന് 5 റൗണ്ട് വെടിയുതിർത്ത ശേഷമാണ് അരിക്കൊമ്പന് ഒന്ന് മയങ്ങി കിട്ടിയത്. പക്ഷേ ഇതിപ്പോൾ ആന ശാന്തനായി തന്നെ നിൽക്കുകയാണ്. അത്ര ശക്തനല്ല, പ്രായമുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് നേരത്തെ ലഭ്യമായതുമാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത സിറിഞ്ച് അല്ലെങ്കിൽ അടുത്ത ഡോസ് വേണ്ടി വരുമോ എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലായിരിക്കാം RRT സംഘം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നഗരപ്രദേശമാണ്, മാനന്തവാടി ടൗണിനോട് ചേർന്നുള്ളൊരു മേഖലയാണ്. അവിടെ 13 മണിക്കൂറായിട്ട് ഈ ആനയുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ മാത്രമാണ് ഈ വെടിവെക്കാൻ സാധിച്ചത്. അത്തരമൊരു ആക്ഷേപങ്ങളും പരാതികളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രമാത്രം വൈകി എന്നൊക്കെയുള്ള പരാതികൾ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർ ഇപ്പോൾ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടോ? പ്രജിൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആനയെ നീക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. പലതരം പരാതികളും വിമർശനങ്ങളും ഒക്കെ സ്വാഭാവികമായി തന്നെ നാട്ടുകാർക്ക് ഉണ്ടാകും. കാരണം ഇങ്ങോട്ടേക്ക് എത്തിയ സമയം, പിന്നീട് മയക്കുപിടി എന്നൊരു തീരുമാനമെടുക്കാൻ തന്നെ കുറച്ചധികം സമയം വേണ്ടി വന്നു. കാരണം ഏതെങ്കിലും നിലയ്ക്ക് 12 കിലോമീറ്റർ അകലെയുള്ള നഗരമേഖലയൊക്കെ പിന്നിട്ട് 12 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിലേക്ക് ആനയെ തുരത്തുക എന്നത് പ്രായോഗികമേ അല്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അതൊക്കെ കൃത്യമായി മുറ പോലെ അത് കൃത്യമായി റിപ്പോർട്ടുകളൊക്കെയായി മുകളിലേക്ക് എത്തി. പിന്നീട് അതൊരു തീരുമാനമായൊക്കെ പുറത്തേക്ക് വരിക ആണ് ചെയ്തത്. എന്തായാലും ആ കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ വേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രഥമ പരിഗണന, പ്രയോറിറ്റി എന്നത് ഈ ആശങ്ക ഒഴിവാക്കുക, ആനയെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മറ്റെങ്ങോട്ടേക്കെങ്കിലും നേരത്തെ തീരുമാനിച്ചതുപോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവിൽ പറയുന്നത് പോലെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുക, കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ തുറന്നുവിടുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇത് മാത്രമല്ല, റേഡിയോ കോളർ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. അത് കേരള വനം വകുപ്പിന് കർണാടക വനം വകുപ്പ് കൈമാറിയില്ലേ എന്ന ചോദ്യവും സംശയവും ഒക്കെ, അങ്ങനെ പലതരം ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പക്ഷേ
പ്രഥമ പരിഗണന അതിനൊന്നുമല്ല എന്നതുകൊണ്ട് ഇവിടെ നിന്ന് നീക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ആനയുടെ പ്രായം 20 എന്നതാണ് നേരത്തെ ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആന ഒരു അല്പം മയങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ആനയെ നേരിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അല്പം ഒരു മയക്കത്തിലൊക്കെ പോയിട്ടുണ്ട്. ആ ഡോസിൻ്റെ കാര്യമൊക്കെ കൃത്യമായി ഇടവേള എത്ര ഡോസ് വേണമെന്നതൊക്കെ അവർ ഈ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമാണ് തുടർ തീരുമാനമെടുക്കുക. അടുത്ത ഡോസ് ആവശ്യമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആനയുടെ സാഹചര്യം, ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ച് അത് നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ആന മയങ്ങി വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. കുറേ ദൂരം സഞ്ചരിച്ചു വന്ന ആനയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നതൊക്കെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തണ്ണീർക്കൊമ്പൻ്റെ ഒരു ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഡോസ് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ അത് വളരെ സുരക്ഷിതമായി തന്നെ അടുത്തതിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ ആനയുടെ ഒരു സാഹചര്യം നിരീക്ഷിക്കും. ഒപ്പം ഏതെങ്കിലും മോശമായ നിലയിലേക്കോ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഡോസ് ആവശ്യമായി വരികയില്ല. അങ്ങനെയെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും അവർ തീരുമാനത്തിലേക്ക് പോവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ മാത്രമേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അറ്റംപ്റ്റ് തന്നെ ഫലം കാണുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. കാരണം നേരത്തെ പലതവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാനന്തവാടി നഗരമാകെ സ്തംഭിച്ചിട്ട് മണിക്കൂറുകൾ പലത് പിന്നിട്ടു. ഈ ആനയെ കണ്ടിട്ട് തന്നെ 12 മണിക്കൂർ പിന്നിട്ടു. ഒപ്പം ഈ നഗരം സ്തംഭിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. ആളുകളൊക്കെ ബന്ദികളാക്കപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആനയെ സുരക്ഷിതമായി മറ്റെങ്ങോട്ടെങ്കിലും നീക്കുക എന്നതാണ് പ്രഥമ പരിഗണന. അതാണ് അവർ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതുമൊക്കെ ആ ഒരു കാര്യം മാത്രമായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഫലം കണ്ടു. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. അനങ്ങാതെ തന്നെ ശാന്തനായി അവിടെ തന്നെ കാണപ്പെടുന്നു. ആന ഒരല്പം മയങ്ങിയിട്ടുണ്ട്, അല്പം ക്ഷീണിതനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഡോസ് ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. ഇതിനോടൊപ്പം നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെയുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പരിശോധിക്കപ്പെടും എന്ന കാര്യം ഉറപ്പുമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും ഒരാശ്വാസം ഉണ്ടായിരിക്കുന്നു. ഇന്ന് തന്നെ ആനയെ നീക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. അതാണ് ഇപ്പോൾ പ്രധാനമായും ആശ്വാസകരമായ ഒരു കാര്യമായി പറയേണ്ടത്. കാരണം അതല്ലെങ്കിൽ അടുത്ത ദിവസവും സമാനമായി ഈ നഗരപ്രദേശമാകെ ഇങ്ങോട്ട് തന്നെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് ആനയുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായത്. ആന ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇത്രയധികം കിലോമീറ്ററുകൾ പിന്നിട്ട് നഗരത്തിൽ ഏറ്റവും അധികം ജനവാസമുള്ള വീടുകളുള്ള വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്തേക്കാണ് ആന. പക്ഷേ ഈ വരുന്ന വഴിയിലൊന്നും എന്തെങ്കിലും തരത്തിലുള്ള അക്രമമോ മറ്റോ ഒന്നും അത്തരം സ്വഭാവങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. മുൻപ് ആനയുടെ ഒരു ട്രാക്ക് റെക്കോർഡും അതാണ്, കർണാടക വനം വകുപ്പിൽ നിന്ന് കിട്ടിയൊരു ട്രാക്ക് റെക്കോർഡും അതാണ് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസകരമായ കാര്യം. അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യം, കുട്ടികളൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിൽ പോലും ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടായി. കാരണം കുട്ടികളൊക്കെ വഴിയിൽ പെട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൗത്യ സംഘത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർ വലിയൊരു ദൗത്യം തന്നെയാണ് നിർവഹിച്ചത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. വളരെയേറെ പണിപ്പെട്ടാണ് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് തണ്ണീർക്കൊമ്പനെ എത്തിക്കാനും പിന്നീട് മയക്കുപൊടി ആദ്യത്തെ ഒരു ലക്ഷ്യം തെറ്റിയ ഒരു അറ്റംപ്റ്റിന് ശേഷം രണ്ടാമത്തെ അറ്റംപ്റ്റിൽ തന്നെ അതും വളരെ മികച്ച രീതിയിൽ തന്നെ അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇനിയും പക്ഷേ ദൗത്യത്തിൻ്റെ ഒരു സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ആവശ്യമെങ്കിൽ കൂടുതൽ ഡോസ് ആവശ്യമെങ്കിൽ അത് നിരീക്ഷിച്ചതിന് ശേഷം അങ്ങനെ, അതല്ലെങ്കിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റണം, പിന്നീട് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകണം. അതെല്ലാം ഇന്ന് തന്നെ പൂർത്തീകരിക്കണം. ഇതിനിടയിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ എന്തെങ്കിലും മറ്റ് ചികിത്സകളോ പരിചരണമോ ആവശ്യമെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ നൽകേണ്ടതുണ്ട്. കാരണം അത്രയും ദൂരം അല്ലെങ്കിൽ കർണാടക വനം വകുപ്പിന് കൈമാറുന്നൊരു സാഹചര്യത്തിലേക്ക് മാറ്റാം. പക്ഷേ ഇവിടുന്ന് തന്നെ പരിചരണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദൗത്യത്തിൻ്റെ ബാക്കി ഭാഗം ഇനിയും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് ഏറ്റവും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മയക്കുവെടി ഫലം കണ്ടിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും ആന അതുപോലെ നിലയുറപ്പിക്കുകയാണ്. തണ്ണീർക്കൊമ്പൻ അവിടെ സിറിഞ്ച് ഇപ്പോഴും തറച്ചിരിക്കുന്നത് കാണാം. 10 മിനിറ്റ് ആവുന്നു ഈ സിറിഞ്ച് ആനയ്ക്ക് കൊണ്ടിട്ട്. 10 മിനിറ്റ് ആയിട്ടും പൂർണ്ണമായി ആന മയങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. അവിടെ ഇപ്പോഴും പക്ഷേ ശാന്ത സ്വഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് സൈനാണ്. ഇപ്പോഴും RRT സംഘം അടുത്ത ഡോസ് വേണ്ടിവരുമോ എന്ന കണക്കൂട്ടലിലാണ് അവർ അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു വൈഡ് വിഷ്വലിൽ കാണാം എത്രമാത്രം അകലെയാണ് RRT സംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ആനയെ ലക്ഷ്യമാക്കി ഈ നിറയൊഴിക്കേണ്ടത് അല്ലെങ്കിൽ സിറിഞ്ച് പ്രയോഗിക്കേണ്ടത്. അവിടെ അത് വേണ്ടിവരുമോ എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ആ സംഘം അവിടെ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം, ഒരു വൈഡ് വിഷ്വലാണ്. അവിടെ ഇത്രയും ദൂരത്ത് നിന്നാണ് RRT സംഘം നേരത്തെ വെടിയുതിർത്തത്. പക്ഷേ ആന പൂർണ്ണമായും മയങ്ങിയതിനു ശേഷം മാത്രമേ അവിടുന്ന് കുങ്കിയാനകൾ ഉപയോഗിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സമയം
5:45 അതാണ്ട് 13 മണിക്കൂറായി നാട്ടിലിറങ്ങിയ ആനയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തണ്ണീർക്കൊമ്പൻ. അത് ഇപ്പോഴും നേരത്തെ ഉണ്ടായ ആ സ്ഥലത്ത് നിന്നും മാറിയിട്ടില്ല. പുറത്തേക്ക് വാഴത്തോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം വെടിയുതിർക്കുന്നു, ആ സിറിഞ്ച് കൊള്ളുന്നു, അതിനുശേഷം അവിടെ നിലയുറപ്പിക്കുന്നു. ചെറിയ രീതിയിൽ ആന അനങ്ങുന്നതല്ലാതെ മറ്റ് മാറാനോ അല്ലെങ്കിൽ മാറി നീങ്ങാനോ നടന്നു പോകാനോ ഒന്നും ശ്രമിക്കുന്നില്ല. മയക്കത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ആന പ്രകടിപ്പിക്കുന്നത്.